ഓൺലൈൻ നഴ്സിംഗ് എഡ്യൂക്കേഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫൗണ്ടേഷൻസ് ഓഫ് നഴ്സിംഗിൻ്റെ 17ാമത്തെ ക്ലാസ്സാണ് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഫോർ ഓൾ എന്ന ബെല്ലൈക്കൺ അമർത്തുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. Question number 170. Which of the following is the most common source of client injury in hospital? Option A, medication error and falls. Option B, transfer from bed. Option C, bed sore. Option D, needle stick injury. Option A, medication error fall ആണ് ഇതിൻ്റെ ശരിയായ ഉത്തരം. മറ്റ് ഓപ്ഷനുകളായ ട്രാൻസ്ഫർ ഫ്രം ബെഡ്, ബെഡ് സോർ, നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി എല്ലാം വെച്ച് നോക്കുമ്പോൾ മെഡിക്കേഷൻ എററും ഫോളോ ആണ് ഏറ്റവും കോമൺ ആയിട്ട് കൂടുതലായിട്ടും ഹോസ്പിറ്റലുകളിൽ നമുക്ക് കാണാൻ സാധിക്കുക. 171ാമത്തെ ചോദ്യം. ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് വേ ടു ബ്രേക്ക് ദ ചെയിൻ ഓഫ് ഇൻഫെക്ഷൻ ഈസ് ബൈ. ഓപ്ഷൻ എ, ഹാൻഡ് ഹൈജീൻ. ഓപ്ഷൻ ബി, PPE. ഓപ്ഷൻ സി, വിയറിംഗ് ഗ്ലൗസ്. ആൻഡ് ഓപ്ഷൻ ഡി, ഐസൊലേഷൻ ഓഫ് പേഷ്യൻറ്റ്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സും ഗ്ലൗസും ഐസൊലേഷൻ ഓഫ് ദ പേഷ്യൻറ്റും യൂഷ്വലി പേഷ്യൻറ്റിനെ അല്ലെങ്കിൽ ആരാണോ ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. എന്നാൽ ഹാൻഡ് ഹൈജീനിൽ പേഷ്യൻറ്റിൽ നിന്നും ഹെൽത്ത് കെയർ പ്രൊഫഷനിലേക്കും ഹെൽത്ത് കെയർ പ്രൊഫഷനിൽ നിന്നും പേഷ്യൻറ്റിലേക്കും ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഹാൻഡ് ഹൈജീൻ ഓപ്ഷൻ എ എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം. ഹാൻഡ് ഹൈജീനിലൂടെ നമുക്ക് ഇൻഫെക്ഷൻ്റെ ചെയിൻ ബ്രേക്ക് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് സാധിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 172. പ്രൈമറി സോഴ്സ് ഓഫ് ഡേറ്റ ഫോർ ഇവാലുവേഷൻ ഈസ്. ഓപ്ഷൻ എ, ഡോക്ടർ. ഓപ്ഷൻ ബി, നഴ്സ്. ഓപ്ഷൻ സി, ക്ലയൻറ്റ്. ആൻഡ് ഓപ്ഷൻ ഡി, ഫാമിലി. ഒരു പേഷ്യൻ്റ് ഇവാലുവേഷനിൽ ഡേറ്റ ജനറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി കളക്ട് ചെയ്യാൻ ആരിൽ നിന്നാണ് പ്രൈമറി സോഴ്സായിട്ട് ഇൻഫർമേഷൻ കിട്ടുക എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം. അതിന് ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ക്ലയൻറ്റ് എന്നുള്ളതാണ്. കാരണം ആ ഒരു ഹെൽത്ത് സിറ്റുവേഷനെ കുറിച്ച് ഏറ്റവും നന്നായിട്ടും ആധികാരികമായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നത് പേഷ്യൻ്റ് തന്നെയാണ്. ഫാമിലിക്ക് പേഷ്യൻറ്റിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കാത്ത ചില കാര്യങ്ങൾ, പ്രത്യേകിച്ചും പേഷ്യൻറ്റിൻ്റെ ബിഹേവിയറിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ അതർ ആസ്പെക്ട്സ്, അവൻ്റെ ചുറ്റുപാടിലുള്ള മറ്റ് കാര്യങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഫാമിലിക്ക് പറയാൻ സാധിക്കുക. ബാക്കിയുള്ളതെല്ലാം പേഷ്യൻ്റ് എന്താണോ ഫാമിലിയോട് പറഞ്ഞിട്ടുള്ളത് അതായിരിക്കും ഫാമിലി എക്സ്പ്ലെയിൻ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ക്ലയൻറ്റ് എന്നുള്ളതാണ്. Question number 173. The primary source of heat in the body is. Option A, sunlight. Option B, metabolism. Option C, circulation. Option D, hypothalamus. ഹ്യൂമൻ ബോഡിയുടെ ഹീറ്റിൻ്റെ പ്രൈമറി സോഴ്സ് അല്ലെങ്കിൽ ഏറ്റവും ആധികാരികമായ ഉറവിടം ഏതാണെന്നുള്ളതാണ്. സൺലൈറ്റ് അല്ല. സൺലൈറ്റ് വേണം എക്സിസ്റ്റൻസിന് വേണ്ടി, എന്നാൽ സൺലൈറ്റ് അല്ല. ഓപ്ഷൻ ബി, മെറ്റബോളിസം എന്നുള്ളതാണ് ശരിയായ ഉത്തരം. നമ്മുടെ ബോഡിയുടെ ഹീറ്റ് ഉണ്ടാവുന്നത് മെറ്റബോളിസത്തിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ്. സർക്കുലേഷനിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഓൾറെഡി ജനറേറ്റ് ചെയ്ത ഹീറ്റ് സർക്കുലേഷനിൽ നമ്മുടെ ബ്ലഡിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഹൈപ്പോതലാമസ് ബോഡി ടെമ്പറേച്ചർ അല്ലെങ്കിൽ ബോഡി തെർമോ റെഗുലേഷൻ സെൻറ്ററാണ്. ഹീറ്റിൻ്റെ സോഴ്സ് അല്ല ഹൈപ്പോതലാമസ്, അതിനെ റെഗുലേറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മെറ്റബോളിസം എന്നുള്ളതാണ്. Question number 174. Thirst control center is located in dash. Option A, cerebrum. Option B, cerebellum. Option C, medulla oblongata. Option D, hypothalamus. Thirst, ദാഹത്തിൻ്റെ സെൻറ്റർ ബോഡിയിൽ എവിടെയാണ് എന്നുള്ളതാണ്. ഇവിടെ തന്നിരിക്കുന്ന എല്ലാ സ്ട്രക്ചേഴ്സും ബ്രെയിനിൻ്റെ പല സ്ട്രക്ചേഴ്സാണ്. ഹൈപ്പോതലാമസ് ഓപ്ഷൻ സി ആണ് ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം. ഹൈപ്പോതലാമസ് ബോഡി ടെമ്പറേച്ചർ, തേഴ്സ്റ്റ്, സ്ലീപ്പ്, അപ്പറ്റൈറ്റ് തുടങ്ങിയിട്ടുള്ള ഫങ്ഷനുകളെ റെഗുലേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള സോഡിയത്തിൻ്റെ
കോൺസെൻട്രേഷനെ മോണിറ്റർ ചെയ്യുന്ന സ്പെഷ്യൽ സെൻസേഴ്സും ഹൈപ്പോതലാമസിൻ്റെ ഭാഗമായിട്ടാണ് ഉള്ളത്. ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഹൈപ്പോതലാമസ്. 175ാമത്തെ ചോദ്യം. റെഫ്രിജറേറ്റഡ് ബ്ലഡ് ഫോർ മോർ ദാൻ 48 hours cannot transmit dash. ഓപ്ഷൻ എ HIV, ഓപ്ഷൻ ബി ഹെപ്പറ്റൈറ്റിസ് ബി, ഓപ്ഷൻ സി സിഫിലിസ്, ഓപ്ഷൻ ഡി ഗൊണേറിയ. ഓപ്ഷനുകൾ എന്താണെന്ന് നോക്കാം. സിഫിലിസ് എന്ന് പറയുന്നത് ഒരു സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസാണ്. കോസിറ്റീവ് ഓർഗാനിസം ട്രിപ്പോണിമ പല്ലഡിയം. ഈ ട്രിപ്പോണിമ പല്ലഡിയം എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസം വളരെ ഫ്രജൈലാണ്. അതിന് ബ്ലഡ് ബാങ്ക് ടെമ്പറേച്ചറിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഇല്ലാതായി പോകുന്നു, അല്ലെങ്കിൽ ഡെഡായി പോകുന്നു. വോൾ ബ്ലഡ് RBC ഒക്കെ സ്റ്റോർ ചെയ്യുന്നതിന് 1 degree to 6 degree സെൻറ്റിഗ്രേഡിലാണ് ഇത് സ്റ്റോർ ചെയ്യുക. അതിനൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു മിഡ് ആവറേജ് ആയിട്ടുള്ള 4 degree സെൻറ്റിഗ്രേഡ് ആണ് ബ്ലഡ് ബാങ്കിൽ ഫോളോ ചെയ്യുന്ന ടെമ്പറേച്ചർ. ഈ ഒരു ടെമ്പറേച്ചറിൽ ട്രിപ്പോണിമ പല്ലഡിയം എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസത്തിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. അത് നശിച്ചു പോകുന്നത് കൊണ്ട് സിഫിലിസ് എന്ന് പറഞ്ഞ രോഗം റെഫ്രിജറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ബ്ലഡിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളിവിടെ ഓർത്തിരിക്കണം, ബ്ലഡ് ബാങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഡിഗ്രി എന്ന് പറയുന്നത് 4 degree സെൻറ്റിഗ്രേഡ് ആണ്. 1 to 6 degree സെൻറ്റിഗ്രേഡ് ആണ് ഐഡിയലി നമുക്ക് ഫോളോ ചെയ്യേണ്ടത്. അത് വോൾ ബ്ലഡും RBC ഒക്കെ കീപ്പ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചറാണ്. ഈ ഒരു ടെമ്പറേച്ചർ റേഞ്ചിൻ്റെ ഒരു മിഡ് ആവറേജ് കണ്ടിട്ട് 4 degree എന്ന് പറയുന്ന സെൻറ്റിഗ്രേഡ് എന്ന് പറയുന്ന ടെമ്പറേച്ചറാണ് ഒരു സ്റ്റാൻഡേർഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചറായിട്ട് ബ്ലഡ് ബാങ്കുകളിൽ ഫോളോ ചെയ്യുക. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാലും അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അതിനുവേണ്ടിയാണ് അത് പറയുന്നത്. ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി സിഫിലിസ്. Question number 176. When helping a stroke patient, nurse should assist option A from behind, option B on weaker side of patient, option C on stronger side of patient, option D from back. ഈ ചോദ്യം ജിപ്മർ സ്റ്റാഫ് നഴ്സിൻ്റെ 2013 എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എന്താണ് ഇതിൻ്റെ ഉത്തരം നോക്കാം. സ്ട്രോക്ക് ഉള്ള പേഷ്യൻറ്റിൽ വൺ സൈഡ് വീക്ക്നെസ് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. യൂഷ്വലി ഒരു പേഷ്യൻ്റ് ഫോൾ ചെയ്യുമ്പോൾ അവരുടെ വീക്കർ സൈഡിലേക്കായിരിക്കും അവർ വീഴാനായിട്ട് സാധ്യത കൂടുതൽ. അതുകൊണ്ട് തന്നെ നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് വീക്കർ സൈഡിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വേണം പേഷ്യൻറ്റിന് നമുക്ക് അസിസ്റ്റൻസ് കൊടുക്കാൻ. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ സ്ട്രോങ്ങർ സൈഡ് പേഷ്യൻറ്റിന് യൂസ് ചെയ്യാൻ പറ്റും. വീക്കർ സൈഡിൽ നമ്മളുടെ സപ്പോർട്ട് കൊണ്ട് പേഷ്യൻറ്റിന് കുറച്ചും കൂടി സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഓൺ വീക്കർ സൈഡ് ഓഫ് ദ പേഷ്യൻ്റ് എന്നുള്ളതാണ്. 177ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ടു അവോയ്ഡ് പുള്ളിംഗ് ദ യൂറിനറി കാത്തീറ്റർ, nurse should tape the catheter on patient's dash. Option A lower thigh, option B upper thigh, option C hip, option D bed frame. ഈ ചോദ്യവും ജിപ്മറിൻ്റെ സ്റ്റാഫ് നഴ്സ് എക്സാമിനേഷൻ 2013 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒരു പേഷ്യൻറ്റിൻ്റെ യൂറിനറി കാത്തീറ്റർ അത് പുൾ ഔട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി എവിടെയാണ് നമ്മൾ ടൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ടേപ്പ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം. ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അപ്പർ തൈ എന്നുള്ളതാണ്. Question number 178. Site for bone marrow aspiration is option A iliac crest, option B sternum, option C both option A and option C, option D none of the above. ഒരു അഡൾട്ട് പേഷ്യൻറ്റിൽ ബോൺ മാരോ ആസ്പിറേഷന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന സൈറ്റ് എന്ന് പറയുന്നത് ഹിപ്പ് ബോൺ അല്ലെങ്കിൽ പോസ്റ്റീരിയർ ഇലിയാക് ക്രസ്റ്റ് ആണ്. ഈ പോസ്റ്റീരിയർ ഇലിയാക് ക്രസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ പിക്ചറിൽ നോക്കുമ്പോൾ മനസ്സിലാവും. പെൽവിസ് എന്ന് പറയുന്ന ആ ഒരു ബോണിൻ്റെ വിങ് ആയിട്ട് വരുന്ന ആ ഒരു ഭാഗമാണ് പിക്ചറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ വരുന്നതിനെ ആൻറ്റീരിയർ ഇലിയാക് ക്രസ്റ്റ് എന്നും അതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നതിനെ പോസ്റ്റീരിയർ ഇലിയാക് ക്രസ്റ്റ് എന്നുമാണ് നമ്മൾ പറയുക. ഇതുകൂടാതെ സ്റ്റെർണം ഒരു മെയിൻ സൈറ്റാണ് ബോൺ മാരോ ആസ്പിറേഷന് വേണ്ടിയിട്ട് അഡൽട്ടിൽ. സ്റ്റെർണം എന്ന് പറയുന്നത് നമ്മുടെ റിപ്പ് ഗേജ് വന്ന് ജോയിൻ ചെയ്യുന്ന സെൻറ്ററിലുള്ള ആ നെഞ്ചിൻ്റെ അവിടെയുള്ള ആ ഒരു ബ്രസ്റ്റ് ബോണിനെയാണ് സ്റ്റെർണം എന്ന് പറയുക. അവിടെ നിന്ന് നമ്മൾ ബോൺ മാരോ ആസ്പിറേഷൻ നടത്താറുണ്ട്.
ഒബീസ് പേഷ്യൻറ്റിലാണ് നമ്മൾ ബോൺ മാരോ ആസ്പിറേഷൻ നടത്തുന്നതെങ്കിൽ പോസ്റ്റീരിയർ ഇലിയാക് ക്രസ്റ്റിന് പകരം നമ്മൾ ആൻറ്റീരിയർ ഇലിയാക് ക്രസ്റ്റാണ് സൈറ്റ് തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ ബോൺ മാരോ ആസ്പിറേഷൻ കുട്ടികളിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പോസ്റ്റീരിയർ സുപ്പീരിയർ ഇലിയാക് ക്രസ്റ്റാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള സൈറ്റ്. പോസ്റ്റീരിയർ എന്ന് പറയുമ്പോൾ ഇലിയാക് ക്രസ്റ്റിൻ്റെ ബാക്ക് സൈഡ്, സുപ്പീരിയർ എന്ന് പറയുമ്പോൾ ബാക്ക് സൈഡിൽ തന്നെ ആ ഒരു ബോണിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഭാഗം, അതാണ് പോസ്റ്റീരിയർ സുപ്പീരിയർ ഇലിയാക് ക്രസ്റ്റ് എന്ന് പറയുക. അതിനുള്ള കാരണം അവിടെ കൂടുതലായിട്ടും സെല്ലുലാർ ബോൺ മാരോസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വേറെ വൈറ്റൽ ഓർഗൻസ് ഒന്നും ആ ഒരു ഏരിയയിൽ കുട്ടികളുടെ അവിടെ ആക്സസിബിൾ ആയിട്ട് ഉണ്ടാവുകയില്ല. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ബോൺ മാരോ ആസ്പിറേഷൻ്റെ സൈറ്റ് എവിടെയാണെന്നാണ്. ഇത് കോമൺ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അഡൾട്ടെന്നോ പീഡിയാട്രിക്കോ ഒന്നും പ്രത്യേകം പറഞ്ഞിട്ടില്ല. ഓപ്ഷൻ എ ഇലിയാക് ക്രസ്റ്റും ഓപ്ഷൻ ബി സ്റ്റെർണവും കറക്റ്റ് ആൻസർ ആണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് സി എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം. Question number 179. On a continuous IV infusion, a patient develops edema at the IV site. It suggests option A phlebitis, option B thrombosis, option C infiltration, option D none of the above. അടുത്ത ഓപ്ഷൻ ഇൻഫിൽട്രേഷൻ. ഇൻഫിൽട്രേഷൻ ഈസ് ലീക്ക് ഓഫ് മെഡിക്കേഷൻ ഇൻ ടു സറൗണ്ടിങ് ടിഷ്യൂസ് കാസ്ഡ് ബൈ ഇംപ്രോപ്പർ പ്ലേസ്മെൻറ്റ് ഓർ ഡിസ്ലോഡ്ജ്മെൻറ്റ് ഓഫ് ഐ വി ക്യാനുല. ഐ വി ക്യാനുലയുടെ ഇംപ്രോപ്പർ ആയിട്ടുള്ള പ്ലേസ്മെൻറ്റ് കൊണ്ടോ അല്ലെങ്കിൽ അത് ഡിസ്ലോഡ്ജ് ചെയ്ത് അല്ലെങ്കിൽ അത് പെനിട്രേറ്റ് ചെയ്ത് പുറത്തേക്ക് പോയിട്ട് മെഡിക്കേഷൻ ലീക്ക് ആകുന്നതിനെയാണ് നമ്മൾ ഇൻഫിൽട്രേഷൻ എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത്തരത്തിൽ ഇൻഫിൽട്രേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ സ്വെല്ലിംഗ് ഉണ്ടാവും, പേഷ്യൻ്റ് പെയിൻ എക്സ്പീരിയൻസ് ചെയ്യും. ഉടനെ തന്നെ നമ്മൾ ചെയ്യേണ്ട നഴ്സിംഗ് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് സ്റ്റോപ്പ് ദ ഐ വി ഇൻഫ്യൂഷൻ എന്നുള്ളതാണ്. നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം കണ്ടിന്യൂസ് ഐ വി ഇൻഫ്യൂഷൻ ഉള്ള ഒരു പേഷ്യൻറ്റിന് എഡിമ ആ ഒരു ഐ വി സൈറ്റിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്താണത് സജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഇൻഫിൽട്രേഷൻ എന്നുള്ളതാണ്. Question number 180. In a barium swallow, the type of barium used is dash. Option A barium sulfate, option B barium metabisulfate, option C barium bromide and option D barium citrate. ഈസോഫാഗസിലോ സ്റ്റൊമക്കിലോ ഏതെങ്കിലും തരത്തിലുള്ള അബ്നോർമാലിറ്റി ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രത്യേകതരം ടെസ്റ്റാണ് ബേരിയം സോളോ. ഈ ബേരിയം സോളോയിൽ ബേരിയം സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കലാണ് നമ്മൾ പേഷ്യൻറ്റിന് കൊടുക്കുക. പേഷ്യൻ്റ് അത് swallow ചെയ്യും. swallow ചെയ്തതിന് ശേഷം നമ്മളതിന് എക്സ്റേയിലൂടെ നമ്മൾ നോക്കും. ആ എക്സ്റേയിൽ ബേരിയത്തിൻ്റെ പ്രസൻസ് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു എക്സ്റേ ഫിലിം മാർക്കേഷൻ നമുക്ക് തരും. അങ്ങനെ നമുക്ക് ആ ഒരു അബ്നോർമാലിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ബേരിയം സൾഫേറ്റ് എന്ന് പറയുന്ന ആ ഒരു മിക്സറാണ്. ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ബേരിയം സൾഫേറ്റ്. ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് റെസ്പോൺസ് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് റെഫർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.